ഹായ്. ലോകത്തിലെ ഏക മ്യൂസിയം, ടോയ്ലറ്റുകൾക്കുള്ള ഏക മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് നമ്മൾ. ഡൽഹിയിലെ സുലഭ് മ്യൂസിയം ഓഫ് ടോയ്ലറ്റ്സ്. ഇന്ത്യയിലെ ഏക മ്യൂസിയമാണെന്ന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൽ ദേവി ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ദേവിക്കും ഇലക്ട്രിസിറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ടോയ്ലറ്റിനും മ്യൂസിയം എന്ന് നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് കാണാം. ഭയങ്കര കൗതുകം, രസമുള്ളൊരു മ്യൂസിയമാണ്. വാ. ഒരു ഒറ്റമുറി മ്യൂസിയമാണിത് കേട്ടോ. പക്ഷേ മോഹൻജാദാരോ മുതൽ ഇപ്പോൾ ഉള്ള നാസയുടെ ഏറ്റവും അത്യാധുനിക ടോയ്ലറ്റ്സുകളുടെ വരെ വിവരങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോയ്ലറ്റുകളുടെ ചരിത്രവും ഇതിൻ്റെ കൗതുകമൊക്കെ കണ്ടുവരാം. ഇത്ര രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷനാണ് ഇവിടെ ഉള്ളത്. സുലഭ് ഇൻ്റർനാഷണൽ മ്യൂസിയം ഓഫ് ടോയ്ലറ്റ്സിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ? ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷൻ ഉണ്ടല്ലോ, അതിലാണ് ടോയ്ലറ്റ്സ്, അർബൻ ടോയ്ലറ്റ്സുകളുടെ ഒരു ഐഡിയ ആദ്യം വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഖനനം ചെയ്തെടുത്തതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഷോക്കായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഫസ്റ്റ് കോളറ, അതായത് ഈ സാനിറ്റൈസേഷൻ്റെയും ഈ ടോയ്ലറ്റ്സ് ഇല്ലാത്തതിൻ്റെ ഒക്കെ രോഗങ്ങളിലൊന്ന് കോളറ പിടിപെടുന്നത് കൽക്കട്ടയിലാണ്, നമ്മുടെ ഇന്ത്യയിലാണ്. BCE, ബിഫോർ കോമൺ ഇറയിൽ ടോയ്ലറ്റ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഡ്രെയിനേജാണ്, സിംഗിൾ ടോയ്ലറ്റാണ്. ഇത് പബ്ലിക്കായിട്ടുള്ള ബേത്തിങ്, അതായത് കുളിക്കാനുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഹമാം എന്നൊക്കെ പറയും ഈ മുഗൾ കാലത്തുള്ളത്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലാണ് സിന്ധു നദീതട സംസ്കാരം, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇതിൽ ഇന്ത്യയിലുള്ള പല സാധനങ്ങൾ, ലോത്തൽ, ഗുജറാത്ത്, കാലിബംഗൻ, മോഹൻജാദാരോ, പിന്നെ ധോളാവീര. ഇവിടെ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റവും ടോയ്ലറ്റ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഖനനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പഴയ കാലത്തിൻ്റെയാണ് കേട്ടോ, നമ്മുടെ നാടിൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. നോക്കിയാലേ പഴയ കാലത്ത് നമ്മളെ ടോയ്ലറ്റ്സ് വീടുകളുടെ കുറച്ച് ദൂരമായിരുന്നു. കിണറിൻ്റെ അടുത്ത് കുളിക്കാൻ പാടില്ല, കിണറിൻ്റെ അടുത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള പല നിബന്ധനകൾ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ബേസ് ഇതാണ്. നമുക്ക് നല്ല ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, അന്നൊക്കെ തുറസായ സ്ഥലങ്ങളിലായിരുന്നല്ലോ കാര്യം സാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പഴയ കാലത്ത്. പിന്നെ വേറൊരു രസം എന്നറിയോ, നമ്മൾ ചില ആൾക്കാർ പറയും ഞാൻ ടോയ്ലറ്റിൽ ഇരുന്നാണ് ഈ കഥ ആലോചിച്ചത്, അല്ലെങ്കിൽ കവിത എഴുതിയെന്നൊക്കെ പറയില്ലേ. ശരിക്കും അങ്ങനെയുള്ളവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇനി കാര്യം എന്താണെന്നറിയോ, ജോൺ ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററും കവിയൊക്കെയാണ് ആദ്യത്തെ ഈ വാട്ടർ ടോയ്ലറ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ മൂപ്പരെ അന്നത്തെ കണ്ടുപിടുത്ത ആൾക്കാരെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പുറത്ത് കണ്ടോ, ഡാവിഞ്ചിയുടെ സ്കെച്ചുകളൊക്കെ ഉണ്ട്. ഇത് ഒരു ഫാക്ടറിയിലെ ടോയ്ലറ്റാണ്. ഇത് മാനേജ്മെൻറ്റിന് ഉപയോഗിക്കാനുള്ളത്, ഏറ്റവും മുകളിൽ അമേരിക്കയിലെ ആണ് കേട്ടോ. ഇത് എംപ്ലോയീസിന്. മുമ്പ് ഏതോ ഒരു എഴുത്തുകാരൻ, NS മാധവനാണെന്ന് തോന്നുന്നു, അദ്ദേഹം ബീഹാറിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇന്ന ജാതിക്കാരുടെ മുകളിൽ കാറ്റ് തട്ടിയിട്ട് ഇപ്പുറത്തെ ജാതിക്കാരുടെ മുകളിൽ തട്ടാൻ പാടുള്ളൂ എന്നുള്ള അത്ര ഉച്ചനീചത്തുള്ള ഒരു സൊസൈറ്റിയാണല്ലോ നമ്മുടെ. ഇതും അതേപോലെ തന്നെ, അതായത് ടോയ്ലറ്റിൻ്റെ കാര്യത്തിലും ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. പണ്ടുണ്ടല്ലോ ആൾക്കാർ ടോയ്ലറ്റ് എന്നുള്ള വേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് കളയുമായിരുന്നു യൂറോപ്പിലൊക്കെ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ് ബ്ലാക്ക് ഡെത്ത് ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേഗൊക്കെ വന്നു. അതിന് ശേഷമാണ് ഇവർ വളരെ സീരിയസ് ആയിട്ട് ടോയ്ലറ്റ് സിസ്റ്റങ്ങളെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയത്. ഇത് കുംഭൽഗഡ് ഫോർട്ടിൻ്റെ ഒരു സിസ്റ്റമാണത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ 50 അടി താഴേക്കാണ് ഈ വേസ്റ്റ് പുറന്തള്ളുക. അപ്പം കോട്ടയിൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ജിഞ്ചി ഫോർട്ട്, ഇവിടെ നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നതിൽ കാണിക്കുന്നുണ്ട്. ബാൻഗഡ് ഫോർട്ട് രാജസ്ഥാനിലെ, ആമേർകോട്ട ജയ്പൂരിൽ, ആമേർകോട്ടയിലും ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള, ഇത് റോമിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ടോയ്ലറ്റ് സിസ്റ്റം ഉണ്ട്. ഇവിടെ ഇരുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങൾ എന്നാ പറയുക. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ, ബ്രിട്ടീഷിലെ പല കൊട്ടാരങ്ങൾക്ക് 1000 മുറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിംഗിൾ ടോയ്ലറ്റ് റൂമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താല്ലേ. ഇത് മഹാരാഷ്ട്രയിലെ സുലഭ് ഉണ്ടാക്കുന്ന, അല്ലെ സുലഭ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരുടെ ഏറ്റവും വലിയ പബ്ലിക് ടോയ്ലറ്റുകളൊന്നാണ്. ഈ ടോയ്ലറ്റ് എന്താണെന്നറിയാം, ഇതാണ് ബുക്ക് ടോയ്ലറ്റ്. ഇത് ബ്രിട്ടീഷുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, ഇവിടെ വില്യം ഷേക്സ്പിയർ, ഇവിടെ മാക്ബത്ത്. എന്നിട്ട് ഈ ബുക്കിൻ്റെ പോലൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇവിടെ സംഗതി സാധിക്കും. ഇതൊക്കെ പല ടൈപ്പ് ഓർണമെൻ്റൽ സാധനങ്ങൾ, അലങ്കരിച്ച ടോയ്ലറ്റ്സ്. ഫ്രാൻസിലെ രാജാവിൻ്റെ രസമുള്ള ഒരു ടോയ്ലറ്റാണിത്.
ഇത് സിംഹാസനം പോലല്ലേ, ഇങ്ങനെ ഉണ്ടാക്കിയ എന്തുകൊണ്ടാണെന്നറിയോ? മൂപ്പർക്ക് ഇത് സംഗതി പോവില്ല, കുറേ നേരം ഇരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രജകൾ മന്ത്രിമാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ആ സമയം അവരെ കാണും വേണം എന്ന കാര്യം സാധിക്കും വേണം. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏത് ഈ സിംഹാസന ടോയ്ലറ്റ്. ഇവിടെ കാര്യം സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. പബ്ലിക്കൊക്കെ അവരുടെ പരാതി കേൾക്കും, മന്ത്രിമാർ അവരുടെ കാര്യങ്ങൾ രാജകാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. അങ്ങനെ സമയം മാനേജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന ഒരു ടോയ്ലറ്റിൻ്റെ സിസ്റ്റമാണത്. ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ഫണ്ണി കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഇങ്ങനെ വായിക്കാം. ഇത് ഹരീന്ദർ ജി നമുക്ക് വീഡിയോ എടുത്തു തന്ന ആളാണ്. പിന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്ലറ്റാണിത്. അമേരിക്ക റഷ്യക്കാരുടെ നിന്ന് വാങ്ങിയതാണ് നാസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സ്പേസിൽ ഉപയോഗിക്കാൻ. സ്പേസിലാണെങ്കിലും കാര്യം സാധിക്കണമല്ലോ. ഇത് കൊറിയക്കാരുടെ ഒരു ഡിസൈനാണ്, അതായത് പോർട്ടബിളാണ്, നമ്മുടെ ടെൻറ്റൊക്കെ പോലെ ബയോഡിഗ്രേഡബിളാണ്. സംഗതി കാര്യം സാധിച്ച ശേഷം ഇതിലിട്ടിട്ട് കുഴിച്ചിടാം. ഇതും ബയോഡിഗ്രേഡബിളാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാം, നല്ല എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യം സാധിക്കൽ നടക്കും. വീണ്ടും സമയം മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു രസമുള്ളൊരു ഉദാഹരണം കാണിക്കുക. പണ്ട് കാസിനോയിൽ പ്രഭുക്കന്മാരൊക്കെ ചീട്ട് കളിക്കാൻ പോകില്ലേ? അപ്പോൾ ചീട്ട് കളിച്ചിട്ട് ഒരു തവണ ചീട്ട് കളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് വലിയ പണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സംഗതി വന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഓടാൻ പറ്റില്ല, കാരണം മില്യൺസൊക്കെയാണ് ഇറക്കി കളിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുക വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ലെതറിലൊക്കെ പൊതിഞ്ഞൊരു സുന്ദരം സെറ്റപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ പ്രഭുക്കന്മാർ ഇവിടെ ഇരുന്നിട്ട് കാര്യം സാധിക്കും, ചീട്ടുകളി നടക്കും. പണ്ട് നമ്മൾ പറയില്ലേ അംഗം കാണാതെ ആളി ഓടിക്കുക എന്ന് പറയണില്ലേ, അതേപോലെയുള്ള ഡിസൈനാണത്. അപ്പോൾ സുലഭിലെ പത്മാജി ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യൻ സിസ്റ്റമാണ് ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് ഇതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അല്ല അവർ പറയുന്നത് വെച്ചാൽ ഏതോ പ്രഷർ കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. എൻ്റെ സയൻസ് എനിക്കറിയില്ല. അതിന് ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? പലർക്കും നമ്മുടെ ഓവർ വെയിറ്റ് വരും, പിന്നെ മുട്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഇരിക്കാനും എണീക്കാനൊക്കെ വലിയ പാടാണ്. അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണിത്. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈസി ആയിട്ട് എണീക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പോർട്ടാപോട്ടി പോർട്ടബിളായിട്ടുള്ള, ഇത് നമ്മൾ ക്യാമ്പിങ്ങിന് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം. ഇത് നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നത്. ഒരു ജാപ്പനീസ് മോഡലാണ്. ഇതുണ്ടോ, എല്ലാ കലവരുടെയും സ്വിച്ച് ഇട്ടാൽ മതി. കൊള്ളാം. ഈ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ള ഒരു തെറാപ്പിയാണിത്. സുജോക് തെറാപ്പി എന്ന് പറയുക. വളരെ സിമ്പിളാണ്. നമുക്ക് എപ്പോഴെങ്കിലും കാര്യം സാധിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് സാഹചര്യം ഉണ്ടാവില്ല എല്ലാ സമയത്തും. അപ്പോൾ ഇങ്ങനെ കൈ എടുത്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ പ്രഷർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഈ പ്രഷർ പോയിൻറ്റുകൾ ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഒരു 10-20 മിനിറ്റ് ഡിലേ ആക്കാൻ പറ്റുമെന്നാണ് പത്മാജി പറഞ്ഞത്. ഞാനത് ടെസ്റ്റ് ചെയ്തില്ല, നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ തിരിച്ച് ഇങ്ങനെ ക്ലോക്ക് വൈസ് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിക്കാനും പറ്റുമെന്ന് അവർ പറയുന്നത്. അപ്പോൾ സുലഭിലെ പത്മാജി ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യൻ സിസ്റ്റമാണ് ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് ഇതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അല്ല അവർ പറയുന്നത് വെച്ചാൽ ഏതോ പ്രഷർ കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ്. എൻ്റെ സയൻസ് എനിക്കറിയില്ല. അതിന് ഒരു പ്രശ്നം എന്താണെന്നറിയോ? പലർക്കും നമ്മുടെ ഓവർ വെയിറ്റ് വരും, പിന്നെ മുട്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഇരിക്കാനും എണീക്കാനൊക്കെ വലിയ പാടാണ്. അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണിത്. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈസി ആയിട്ട് എണീക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ദശരഥ്പുരി മെട്രോ സ്റ്റേഷൻ ആണ് ദശരഥ്പുരി. ഇതാണ് സുലഭ് ടോയ്ലറ്റ് മ്യൂസിയത്തിൻ്റെ കോംപ്ലക്സ്. നമ്മൾ ദശരഥ്പുരി എന്ന് പറഞ്ഞ ക്രൗഡഡ് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഇവിടെ നല്ല വിശാലമായിട്ടുള്ള കോംപ്ലക്സാണ്. നല്ല നീറ്റായിട്ടും ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏക ടോയ്ലറ്റ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. രസമല്ലേ? അപ്പോൾ ടാറ്റ. ട്രാവലറിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.